ഹായ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി ഇന്നത്തോടെ മാറുകയാണ്. പദ്ധതിയുടെ വലിയൊരു മാറ്റമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം വിബിജി റാംജി എന്ന് പറയുന്നതാണ് പുതിയ പദ്ധതി. അപ്പോൾ പുതിയ പദ്ധതിയിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ കൂലി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതായത് നിലവിൽ 369 ആയിരുന്നു തൊഴിലുറപ്പ് തൊഴിലാളികളെ വേതനം, ഇപ്പോൾ 400 രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏറെ പ്രയോജനകരമാണെന്ന് വിചാരിക്കുന്നു. 401 രൂപയാക്കി വർദ്ധിപ്പിച്ചത്. 401 രൂപ എന്നൊക്കെ പറയുമ്പോൾ നല്ല ഒരു കൂലി തന്നെയാണ്. അപ്പോൾ എല്ലാ വർഷങ്ങളിലും ഏപ്രിൽ മാസങ്ങളിലൊക്കെ മാർച്ച് 31 കൂടി കൂലി വർദ്ധിപ്പിക്കുന്ന ഓർഡർ വരാറുണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം വന്നിരുന്നില്ല. അപ്പോൾ നിലവിൽ പുതിയ പദ്ധതിയിലേക്ക് മാറുന്നുള്ളത് മുൻകൂട്ടി കണ്ടതുകൊണ്ടാവാം അവർ നിലവിൽ പുതിയ പദ്ധതി വന്നിട്ട് തൊഴിൽ ദിനവും തൊഴിലുറപ്പ് വേതനം കൂടി വർദ്ധിപ്പിക്കുമ്പോൾ അത് തൊഴിലാളികളെ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റും എന്നുള്ള കാര്യത്തിലായിരിക്കാം 369 എന്നുള്ളത് 401 രൂപയാക്കി ഉയർത്തിയതും, അതേപോലെ 100 എന്നുള്ളത് 125 തൊഴിൽ ദിനമായി ഉയർത്തിയതും. നിലവിൽ എല്ലാ വർഷവും തന്നെ 2 മുതൽ 8% വരെ തൊഴിലുറപ്പ് വേതനത്തിൽ വർധനവ് വരുത്താറുണ്ടായിരുന്നു. അപ്പം കഴിഞ്ഞ വർഷം മാത്രമാണ് കൂലി വർദ്ധിപ്പിക്കാതിരുന്നത്. അതായത് മാർച്ച് 31 കൂലി വർദ്ധിപ്പിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഏതായാലും നല്ലൊരു വർധനവ് തന്നെയാണ് വരുത്തിയിരിക്കുന്നത്. 401 രൂപ ആക്കി ഉയർത്തിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 401 രൂപ നിങ്ങൾക്ക് പുതിയ പദ്ധതിയിൽ ലഭ്യമാവും. അതേമാതിരി 125 തൊഴിൽ ദിനങ്ങളിൽ ലഭ്യമാവും. അപ്പോൾ ഇതിൽ തന്നെ കുറച്ച് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അതായത് നിലവിൽ 30 പണിയൊക്കെ എടുത്തിട്ടുണ്ട്, അപ്പോൾ അത് കഴിച്ചിട്ടാണോ എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിലൊരു അവ്യക്തത നിലവിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഉത്തരവുകൾ കാര്യങ്ങൾ വന്നാൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അത് നമ്മൾ തുടർച്ചയായിട്ട് വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. നിലവിലെടുത്ത പണി ഈ പുതിയ പദ്ധതിയിൽ ഉൾപ്പെടുത്തുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. പിന്നെ ലൈഫിൻ്റെ ഗുണഭോക്താക്കളുള്ള നമ്മളോട് പല സംശയങ്ങൾ ചോദിക്കുന്നവർ ലൈഫിൻ്റെ വീടിന് ഇനി കിട്ടില്ല, നിലവിൽ തന്നുകൊണ്ടിരിക്കുന്ന ധനസഹായം മുന്നോട്ട് ഉണ്ടാവില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിലവിലെ പുതിയ ഉത്തരവിൽ PMAY വീടുകൾക്ക് മാത്രമേ തൊഴിലുറപ്പ് കൂടിയ 90 തൊഴിൽ ദിനങ്ങൾ അനുവദിക്കുന്നത് നൽകുന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പഴയ പദ്ധതിയിൽ തൊഴിലുറപ്പ് പദ്ധതി തന്നെ അതിൽ തന്നെ പറയുന്നുണ്ട്. അതായത് സംസ്ഥാനങ്ങളുടെ വീടുകൾക്കുള്ള ധനസഹായവും ഉൾപ്പെടുത്തുക എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പക്ഷേ ഈ പദ്ധതിയിൽ PMAY മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ PMAY ഗുണഭോക്താക്കൾക്ക് മാത്രമേ ധനസഹായം ലഭിക്കുകയുള്ളൂ. അപ്പം നിലവിൽ ഈ കാര്യങ്ങളിലൊക്കെ മാറ്റം വരുത്തണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കേന്ദ്ര സർക്കാരിലെ മന്ത്രിമാരുമായിട്ട് കൂടിയാലോചനകളൊക്കെ നടത്തുന്നുണ്ട്. അപ്പം അത് ഒട്ടേറെ ചോദ്യങ്ങൾ, അതായത് പദ്ധതിയെക്കുറിച്ച് ഒട്ടേറെ ചോദ്യങ്ങൾ ഉയരുമ്പോഴും വെച്ചക്കാൽ പിന്നോട്ടില്ലെന്ന മട്ടിലാണ് കേന്ദ്ര സർക്കാർ. പദ്ധതി കേരളത്തിൽ വിജ്ഞാപനം ചെയ്തെങ്കിലും ഇന്നലെ ഡൽഹിയിലെത്തിയ തദ്ദേശ മന്ത്രി KM ഷാജി ആശങ്കകളുടെ പട്ടിക കേന്ദ്രത്തിന് മുന്നിൽ വെച്ചു. ഇന്നും മുഖ്യമന്ത്രിയുമായി വിശദമായി ചർച്ച നടത്തിയ ശേഷമേ തുടർ നടപടി തീരുമാനിക്കുമെന്ന് യോഗത്തിന് ശേഷം മന്ത്രി മനോരമയോട് പറഞ്ഞു. അതേസമയം കായിക അധ്യയനം വേണ്ട പ്രവർത്തികളാണ് പുതിയ പദ്ധതിയിലുള്ളത്. കേരളത്തിൽ ആകെ രജിസ്റ്റർ ചെയ്ത് 22 ലക്ഷം തൊഴിലുറപ്പ് തൊഴിലാളികളിൽ 40% 60 വയസ്സിന് മുകളിലുള്ളവരായതിനാൽ ഇത് പ്രയാസമാകുമെന്ന് വിലയിരുത്തൽ. പുതിയ പദ്ധതിയിൽ കൂലി കേന്ദ്ര സർക്കാർ തീരുമാനിക്കും. അപ്പം ഇത് നമ്മളെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി അവരെ കേന്ദ്രത്തിൽ മന്ത്രിമാരുമായിട്ടൊക്കെ സന്ദർശിച്ചപ്പോൾ നമ്മളെ ശരിക്കും ഇപ്പം ഭരണം വന്നിട്ട് ഏറെ കുറഞ്ഞ സമയമായിട്ടുള്ളൂ. പക്ഷെ അത് തൊഴിലുറപ്പിൽ നല്ല ഇടപെടലുകൾക്ക് നടത്തുന്ന നല്ല സൂചനകളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് നിലവിൽ തൊഴിലുറപ്പ് പദ്ധതി അങ്ങനെയല്ല കേട്ടോ, മുന്നേ സർക്കാരുകൾക്ക് അറിയാം, മുന്നേ ഭരിച്ചത് കുറഞ്ഞ സമയമായിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ 10 വർഷം ഭരിച്ച സർക്കാരുകൾക്ക് അറിയാം തൊഴിലുറപ്പിൽ എന്തൊക്കെ പ്രയാസങ്ങളാണ് പ്രശ്നങ്ങളാണ് ഉള്ളത് എന്നുള്ളത് കാര്യങ്ങളൊക്കെ അറിയാം. അതിന് മുന്നോട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള അവർക്കൊരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് വന്ന സർക്കാരുകളാണല്ലോ, അപ്പോൾ അവർക്ക് തൊഴിലുറപ്പിനെ പറ്റി അങ്ങനെയല്ല കേട്ടോ, എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷേ തൊഴിലുറപ്പ് എന്ന് പറയുന്ന പ്രവൃത്തികളൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്, പലപ്പോഴും നമുക്ക് പല MLAമാർക്കും തൊഴിലുറപ്പ് പ്രവൃത്തികൾ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് ശരിക്കും അറിയില്ല. അവരൊക്കെ ഈ വീഡിയോയിൽ കണ്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർക്ക് ഓർമ്മ ഉണ്ടാകും. തൊഴിലുറപ്പ് എന്ന് പറയുന്ന ഇരിപ്പാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അവരെ മനസ്സിലേക്ക് പെട്ടെന്ന് വരിക. അപ്പം നല്ലോണം അറിയുന്ന ആൾക്കാരുണ്ട് കേട്ടോ, മന്ത്രിമാരിപ്പോൾ എന്താ പറയുക, തൊഴിലാളിയുടെ മകനാണ് ഇപ്പം കായിക മന്ത്രി എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ അവരൊക്കെ അതിനെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടാകും. പക്ഷേ എന്നാലും
വേറെക്കുറെ നമ്മൾ പറയുന്ന എല്ലാവരെയും കുറിച്ചല്ല, ചുരുക്കം ചിലർക്ക് അറിവ് കുറവായിരിക്കും തൊഴിലുറപ്പിനെ പറ്റിയൊക്കെ, അങ്ങനെ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്നിരുന്നാൽ പോലും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കാണിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ ഭയങ്കര പോസിറ്റീവാണ് എന്നുള്ള കാര്യം എടുത്തു പറയുന്നതാണ്. പിന്നെ ഇതിൽ പ്രത്യേകമായിട്ട് പറയുന്നത് കായികാധ്വാനം കൂടിയ പ്രവർത്തികളാണ് കൂടുതലുള്ളത്. അപ്പോൾ 60 വയസ്സിൻ്റെ മുകളിലുള്ള സ്ത്രീകളാണ് കൂടുതലായിട്ടും നമ്മളെ കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയെ ആശ്രയിച്ച് ജീവിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഈ കായികാധ്വാന ശേഷി കൂടിയ പ്രവർത്തികളൊക്കെ ഏറ്റെടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിലൊക്കെ സംശയമുണ്ട്. ഈ കാര്യങ്ങൾ തന്നെ നല്ലതുപോലെ അവതരിപ്പിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ ന്യൂസൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യത്തിലൊക്കെ മാറ്റം വരുത്തണം. അതായത് തൊഴിലുറപ്പ് നിലവിൽ തുടർന്നു കൊണ്ടിരിക്കുന്ന പ്രവൃത്തികളൊക്കെ ഏറ്റെടുക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവണം. നിലവിൽ എന്താ പറയുക, അതിൻ്റെ പദ്ധതിയുടെ ലക്ഷ്യം എന്നുള്ളത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തൊഴിൽ നൽകുക എന്നാണ്. ഈ പദ്ധതിയിലും പറയുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തൊഴിൽ നൽകുക എന്നുള്ളതാണ്. പക്ഷേ തൊഴിൽ നൽകാനുള്ള പ്രവൃത്തികളും കൂടി ഇവർക്ക് കൊടുത്താൽ മാത്രമേ തൊഴിലുറപ്പ് നല്ല രീതിയിൽ നടപ്പിലാക്കാൻ സാധിക്കൂ എന്നുള്ള കാര്യം മാത്രം അറിയിക്കുന്നു. അല്ലാത്ത പക്ഷം തൊഴിലുറപ്പ് പദ്ധതി 401 രൂപ കൂലിയും അതേമാതിരി 125 തൊഴിൽ ദിനങ്ങളൊന്നും നൽകുന്നത് കൊണ്ട് വലിയ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അവർക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന പ്രവൃത്തികളില്ലെങ്കിൽ നിങ്ങൾക്ക് 500ഉം 1000 തൊഴിൽ ദിനങ്ങൾ വേണമെങ്കിൽ, 500 300 മുകളിലൊക്കെ തൊഴിൽ ദിനങ്ങളൊക്കെ അനുവദിക്കുക ഒരു വർഷത്തിൽ. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് അവർക്ക് നിലവിൽ എന്താ പറയുക, തൊഴിലുറപ്പ് കിട്ടാത്ത സാഹചര്യം വരും. അപ്പോൾ ഇതാണ് ലക്ഷ്യം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തൊഴിലുറപ്പ് ഇവിടുത്തെ കേരളത്തിന് അനുയോജ്യമായ രീതിയിലുള്ള പ്രവൃത്തികളൊക്കെ നടപ്പിലാക്കാൻ ശ്രദ്ധിക്കുക. അത് നല്ല രീതിയിൽ മന്ത്രിയൊക്കെ ഇടപെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. മന്ത്രിക്ക് പ്രത്യേകം ഒരു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് പ്രത്യേകം ഒരു നന്ദിയും, ഇങ്ങനത്തെ കാര്യങ്ങൾ തൊഴിലുറപ്പിൻ്റെ കാര്യങ്ങൾ ഇത്രയും നല്ല രീതിയിൽ അവതരിപ്പിച്ചതിന് പ്രത്യേക ഒരു നന്ദി അറിയിക്കുന്നു. അപ്പോൾ ഇനിയും മുന്നോട്ട് തൊഴിലുറപ്പ് പ്രവൃത്തികളെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്നുള്ള കാര്യം അറിയിക്കുന്നു. അപ്പോൾ ഇന്നു മുതലാണ് പല സ്ഥലത്തും ഉദ്ഘാടനങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതേമാതിരി തന്നെ പല സ്ഥലത്തും സമരങ്ങളും കാര്യങ്ങളും സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ചില സ്ഥലത്ത് ഉദ്ഘാടനങ്ങളാണെങ്കിൽ ചില സ്ഥലത്ത് സമരങ്ങളായിരിക്കും. ഇതിൻ്റെ വിവിജറാംജി പദ്ധതിയുടെ ഉദ്ഘാടനങ്ങളും പല സ്ഥലത്തും നടക്കുന്നുണ്ട്. അതേമാതിരി പല പോസ്റ്റ് ഓഫീസിന് മുന്നിലും ഇൻകം ടാക്സ് ഓഫീസിന് മുന്നിലൊക്കെ ആയിട്ട് പലരും സമരം നടത്തുന്നു, പല ജില്ലകളിലോട്ട് സമരം നടത്തുന്നതൊക്കെ അറിയുന്നു. അപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ജനങ്ങളുടെ എന്താ പറയുക, ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട്, തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് മാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി അറിയിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമരത്തിന് എല്ലാവിധ പിന്തുണയും അറിയിക്കുന്നു. ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് എല്ലാവിധ പിന്തുണയും അറിയിക്കുന്നു. അതായത് ഉദ്ഘാടനം അയക്കുന്നുണ്ട്, അവർക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഓക്കെ, തൊഴിലുറപ്പിൻ്റെ കൂലി വർദ്ധിപ്പിച്ചു എന്നുള്ള കാര്യം അറിയിക്കാനാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു.